Good morning, students. My name is Sanjai. I'm taking chemistry class. Okay. So +2 chemistry on live class. So today we are going to take the chapter solid state, the first chapter in chemistry, +2 topic. So solid state. So സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായി എടുക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്താണ് സോളിഡ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. സോളിഡ്, ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. നമുക്കറിയാം, ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും ആ വസ്തുവിനകത്ത് ആ വസ്തുവിൻ്റെതായ പാർട്ടിക്കിൾ ഉണ്ടാകും. സപ്പോസ് നിങ്ങൾ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഉപ്പ് ഒരു വസ്തുവാണല്ലോ, ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് Na+ അയോണും Cl- അയോണും കാണും. അപ്പോൾ ഏതൊരു വസ്തു, ഇപ്പോൾ സപ്പോസ് ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാർബൺ ആണുള്ളത്. അപ്പോൾ ഏതൊരു വസ്തു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, മാറ്റർ, ദറ്റ് ഈസ് വസ്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ. മാറ്റർ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ വസ്തുവിൻ്റെതായ പാർട്ടിക്കിൾ കാണും. ആ പാർട്ടിക്കിളിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉപ്പുകല്ല് എടുക്കുകയാണെങ്കിൽ ഉപ്പുകല്ല് ഉണ്ടായിരിക്കുന്നത് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് അടുക്കുമ്പോൾ, ഉപ്പുകല്ലിനകത്ത് Na+ അയോണും Cl- അയോണും അടുക്കുമ്പോഴാണ് ഉപ്പുകല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ ഏതൊരു വസ്തു നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ വസ്തുവിൻ്റെതായ പാർട്ടിക്കിൾ, ദറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇറ്റ് ആസ് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ. ഈ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് എന്തൊക്കെയാകാം? അയോണുകളാകാം, ആറ്റമാകാം, മോളിക്യൂളാകാം. So if we take any matter, whatever the matter you take, it consists of constituent particle, and the constituent particles may be ion, atom or molecule. അപ്പോൾ ഒരു വസ്തു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെതായ പാർട്ടിക്കിൾ ഉണ്ടാകും. ആ പാർട്ടിക്കിൾ ആറ്റങ്ങളാകാം, അയോണുകളാകാം, മോളിക്യൂൾ. ദറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇറ്റ് ആസ് കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ. ഇനി ഈ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ, സപ്പോസ് ഞാനിവിടെ വരയ്ക്കുന്നു, കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ ഡോട്ടുകളായി റെപ്രസെന്റ് ചെയ്യുന്നു. ദീസ് ആർ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള വസ്തുക്കളെല്ലാം സോളിഡ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം സോളിഡ് സബ്സ്റ്റൻസ്. ഓക്കെ, സോ സപ്പോസ് ഈ ഡോട്ടുകളെല്ലാം കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആണെന്ന് കരുതും. ഈ ഡോട്ടുകൾ തമ്മിൽ നല്ല ആകർഷണമാണെങ്കിൽ ഈ ഡോട്ടുകൾ ഒരിക്കലും മൂവ് ചെയ്യില്ല. അപ്പോൾ ഒരു വസ്തുവിനകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആകർഷണം വളരെ വലിയ അട്രാക്ഷൻ ആണ് എങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെല്ലാം സോളിഡ് ആണ്. അപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. ഗ്യാസുകളാണെങ്കിൽ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് ഭംഗിയായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് തമ്മിലുള്ള വ്യത്യാസം എന്ത്? സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും. ലിക്വിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല. ഗ്യാസിനകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോളിഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ വാട്ട് ആർ സോളിഡ്സ്? Solids consist of constituent particles, and the force of attraction between the constituent particles is very high. Then that type of substances are what we call it as solid. Attraction കൂടുതലാണെങ്കിൽ സോളിഡ്, അട്രാക്ഷൻ കുറവാണെങ്കിൽ ലിക്വിഡ്, അട്രാക്ഷൻ വളരെ വളരെ കുറവാണെങ്കിൽ അത് ഗ്യാസ്. So now we are going to take the heading solid. അപ്പോൾ എന്താണ് സോളിഡ് എന്ന് മനസ്സിലായല്ലോ. എന്താണ് സോളിഡ്? കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ ഇതിനെ സോളിഡ് എന്ന് പറയാം. സോളിഡ്സ്, സപ്പോസ് ഞാൻ ഒരു സോളിഡ് ഇവിടെ പറയും, കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ്. The constituent particles present in the solid. സപ്പോസ് ഒരു സോളിഡ് ഞാൻ എടുത്തു, അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആയത് കാരണം ഈ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിൾസ് ഒരിക്കലും മൂവ് ചെയ്യില്ല.
അപ്പോൾ ഒരു സോളിഡ് നിങ്ങൾ എടുത്താൽ സോളിഡിനകത്ത് ഇതുപോലെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആയതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് ഒരിക്കലും മൂവ് ചെയ്യില്ല. പിന്നെ എന്താണ് അപ്പോൾ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് പോസിബിൾ അല്ല. എൻ്റെ കൈ മൂവ് ചെയ്യുന്നത് പോലെയാണ് ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ്. അപ്പോൾ പാർട്ടിക്കിൾസ് ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് ഇല്ല. പിന്നെ എന്ത് മൂവ്മെന്റ് ആണുള്ളത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനകത്ത്? നോക്കൂ, വൈബ്രേഷൻ. എൻ്റെ കൈ വിറയ്ക്കുന്ന പോലെ വൈബ്രേഷൻ. അപ്പോൾ ഒരു സോളിഡ് നിങ്ങൾ എടുത്താൽ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിന് ട്രാൻസ്ലേഷണൽ മൂവ്മെന്റ് ഇല്ല, വൈബ്രേഷണൽ മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നോക്കൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എവിടെയാണോ ഇരിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പാർട്ടിക്കിൾസ് അവിടെ മൂവ് ചെയ്യില്ല. അങ്ങനെ മൂവ് ചെയ്യാതിരുന്നാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സോളിഡിന് ഡെഫിനറ്റ് ഷേപ്പാണ്. സോളിഡിന്റെ ഷേപ്പ് എന്താണ് മാറാത്തത്? സോളിഡിന്റെ ഷേപ്പ് മാറാത്തതിന് കാരണം സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഇല്ല. എന്തുകൊണ്ട് മൂവ്മെന്റ് ഇല്ല? കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആണ് നിലനിൽക്കുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സോ സോളിഡ് possess, ഞാൻ ഫസ്റ്റ് പോയിന്റ് എഴുതാം സോളിഡിനെ കുറിച്ച്. സോളിഡ് possess ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ഈ ബെഞ്ചോ ഡെസ്കോ, ബെഞ്ച് ഡെസ്ക് എല്ലാം സോളിഡ് അല്ലേ? ഈ ബെഞ്ച് അല്ലെങ്കിൽ ഡെസ്ക് ഞാനൊന്ന് പ്രസ് ചെയ്യാണ്, ഈ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഡെസ്കിന്റെ ഷേപ്പ് മാറുമോ? സപ്പോസ് ഈ ഡെസ്ക് ഞാൻ പ്രസ് ചെയ്യാണ്, ഈ പ്രസ് ചെയ്യുമ്പോൾ ഈ ഡെസ്കിന്റെ ഷേപ്പ് മാറുമോ? ഇല്ല. എന്താണ് മാറാത്തതിന് കാരണം? അങ്ങനെ ഷേപ്പ് ഫോഴ്സ് കൊടുക്കുമ്പോഴും ഷേപ്പ് മാറുന്നില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിജിഡ്. അപ്പൊ സോളിഡുകളെല്ലാം റിജിഡ് ആണ്. അതെന്തുകൊണ്ടാണ് റിജിഡ് ആയത്? നിങ്ങൾ നോക്കൂ, ഞാനിവിടെ സപ്പോസ് ഇതൊരു സോളിഡ് ആണെന്ന് കരുതൂ, ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം അറിയാമോ? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ ആക്ച്വലി മാക്സിമം അടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇനി അടുക്കാൻ സാധ്യതയില്ല. മാക്സിമം അടുത്തടുത്താണ് ഇരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അതുകൊണ്ട് നിങ്ങൾ എത്ര ശക്തിയായിട്ട് ഫോഴ്സ് കൊടുത്താലും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് ഇനി മുന്നോട്ട് അടുത്തേക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് സോളിഡിന്റെ ഷേപ്പ് ഫോഴ്സ് കൊടുക്കുമ്പം മാറില്ല. അതിനെ വിളിക്കുന്ന പേരാണ് റിജിഡ്. അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സോളിഡിന്റെ പ്രത്യേകതകളാണ്. രണ്ട് പ്രത്യേകതകൾ തൽക്കാലം അറിയാം. നമ്മൾ ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ രണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആണ് നിലനിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം സോളിഡ് അവസ്ഥയിൽ കാണപ്പെടുന്നു. ഇനി സോളിഡിന് കൃത്യമായിട്ടുള്ള ഷേപ്പുകളുണ്ട്. അതിന് കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആണ്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യില്ല. സോളിഡുകളെല്ലാം റിജിഡാണ്. നിങ്ങൾ ഈ രണ്ട് പോയിന്റും എഴുതിയെടുക്കുക. എങ്ങനെയാണ്? ലെക്ചർ നോട്ടായിട്ട് വേണം എഴുതിയെടുക്കാൻ. അപ്പോൾ സോളിഡിന്റെ രണ്ട് ടേംസ് എന്തൊക്കെയാണ്? സോളിഡ് possess റിജിഡ് ഷേപ്പ്, solids are rigid and solid possess definite shape. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ സോളിഡിനെ കുറിച്ച് നമ്മൾ ഈ സോളിഡുകളെ കുറിച്ച് വിശദമായാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബേസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? ഒന്നും കൂടി പറയാൻ മറന്നു പോകരുത്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ സോളിഡുകൾ എന്താണ്? എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്? വസ്തുവിൻ്റെതായ പാർട്ടിക്കിൾ, വസ്തുവിൻ്റെ അകത്തിരിക്കുന്ന പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആണെങ്കിൽ സോളിഡ്, അപ്പോൾ സോളിഡിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, സോളിഡുകളെല്ലാം റിജിഡ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സോളിഡിനെ കുറിച്ച് വിശദമായിട്ട് മൂവ് ചെയ്യാം. സോളിഡ് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സോളിഡ് ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. സോളിഡുകളെ രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സോളിഡുകളെ നമ്മുടെ ഈ യൂണിവേഴ്സിൽ, നമ്മുടെ ഈ അന്തരീക്ഷം, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള സോളിഡുകളെ രണ്ടായി വിഭജിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്? ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഞാൻ ആദ്യം തന്നെ പറയാം. സോളിഡുകൾക്കകത്തെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, റെഗുലർ അറേഞ്ച്മെന്റ്. കൃത്യമായിട്ടുള്ള അടുക്കുകൾ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള അടുക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്നും, കൃത്യമായിട്ടുള്ള അടുക്കുകൾ ഇല്ലെങ്കിൽ
അമോർഫസ് എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് സോളിഡ് എടുത്താൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ കൃത്യമായാണ് അടുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സോളിഡുകളെല്ലാം ക്രിസ്റ്റലൈൻ. അങ്ങനെ കൃത്യത ഇല്ലാതെയാണ് എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സോളിഡുകളെല്ലാം അമോർഫസ്. അപ്പോൾ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് ആരെയാണ് എടുക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ക്രിസ്റ്റലൈൻ, ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ അമോർഫസ്. രണ്ടാമത്തെ പോയിന്റ്, ലോങ് റേഞ്ച് ഓർഡേർഡ്. ക്രിസ്റ്റലൈൻ സോൾട്ടിന്റെ പ്രത്യേകത ലോങ് റേഞ്ച് ഓർഡേർഡ്. എന്താണ് ലോങ് റേഞ്ച് ഓർഡേർഡ്? അമോർഫസ് നമുക്ക് പറയാം ഷോർട്ട് റേഞ്ച് ഓർഡേർഡ്. ഷോർട്ട് റേഞ്ച് ഓർഡേർഡ്. എന്താണ് ലോങ് റേഞ്ച് ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് പറയാം, ഞാനൊരു സോളിഡ് എടുക്കുകയാണ്, ഒരുപാട് ദൂരം വരെ ഒരേ രീതിയിലുള്ള അടുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സപ്പോസ് ഞാൻ ആ ലോങ് റേഞ്ച് ഒന്ന് മെൻഷൻ ചെയ്യാം, ലൈക്ക് ദിസ്. ഒരു സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഒരുപാട് ദൂരം വരെ in a particular long distance the arrangement is regular. നമ്മൾ ഇത്രയും ദൂരം ലോങ് ഡിസ്റ്റൻസ് വരെയും ഒരേ രീതിയിലാണ് അടുക്കിയിരിക്കുന്നത്. പക്ഷേ അമോർഫസ് ഞാനൊന്ന് വരയ്ക്കാം. അമോർഫസ് നോക്കൂ, അടുക്കിന് വ്യത്യാസം വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് ദൂരം വരെ ഒരേ രീതിയിലുള്ള അടുക്ക് തുടരുന്നില്ല. അതുകൊണ്ട് അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഷോർട്ട് റേഞ്ച്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് ലോങ് റേഞ്ച് ഓർഡേർഡ് ആണ്. ലോങ് റേഞ്ചിന്റെ മലയാള അർത്ഥം എന്താണ്? ഒരുപാട് സോളിഡിനകത്തുള്ള ഒരുപാട് ദൂരം വരെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനെ ഒരേ രീതിയിൽ അടുക്കിയിരിക്കുകയാണെങ്കിൽ അതിനെ ലോങ് റേഞ്ച് എന്നും, കുറച്ച് ദൂരം ഒരേ രീതിയിലാണ് അടുക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ ഷോർട്ട് റേഞ്ച് എന്നും പറയും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്, ലോങ് റേഞ്ച് ഓർഡർ, ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഈ രണ്ട് പോയിന്റ് സോളിഡുകളെ രണ്ടായി തരംതിരിക്കാം, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ്. ഇനി മൂന്നാമതൊരു പോയിന്റ് നോക്കാം, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സോളിഡിനെ ചൂടാക്കുമ്പോൾ എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? സോളിഡ് ലിക്വിഡ് ആകാൻ എത്ര ഹീറ്റ് ആണോ കൊടുക്കേണ്ടത് അതാണ് മെൽറ്റിംഗ് പോയിന്റ്, അല്ലേ? ഒരു സോളിഡ് ഉരുകാൻ ആവശ്യമായ ടെമ്പറേച്ചറിനെയാണ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡിനെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഉദാഹരണം പറയാം, 40 ഒരു സബ്സ്റ്റൻസ്, സോളിഡ് സബ്സ്റ്റൻസ്, ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. സപ്പോസ് 39.5 ഡിഗ്രി കൊടുത്തപ്പോൾ ആ ക്രിസ്റ്റൽ മെൽറ്റ് ചെയ്തില്ല. 39.6 കൊടുത്തപ്പോഴും ആ ക്രിസ്റ്റൽ മെൽറ്റ് ചെയ്തില്ല. കറക്റ്റ് 40 ഡിഗ്രി കൊടുത്തപ്പോൾ അത് മെൽറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യമായിട്ടൊരു മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈൻ സോളിഡിനുണ്ട്. 40 കൊടുത്താലേ ക്രിസ്റ്റലൈൻ സോളിഡ് ഉരുകത്തുള്ളൂ. 39.5 ആണെങ്കിലും ഉരുകത്തില്ല, 39.9 ആണെങ്കിലും ഉരുകത്തില്ല. അപ്പോൾ മെൽറ്റ് ചെയ്യണമെങ്കിൽ ഷാർപ്പായിരിക്കണം. ദാറ്റ് മീൻസ് കൃത്യമായിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ടുള്ള അടുക്കുകളുണ്ട്. കൃത്യമായിട്ടുള്ള അടുക്കുകളുള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്. ഒരു 40 ഡിഗ്രി കൊടുത്താലേ സോളിഡ്, 40 ഒരു ഉദാഹരണം പറഞ്ഞതാണ്, 40 ഡിഗ്രി കൊടുത്താലേ സോളിഡ് മെൽറ്റ് ആവും. 39.5 മെൽറ്റ് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അടുത്തതോ, ഇവിടെയാണല്ലോ നിങ്ങൾ അമോർഫസ് സോളിഡിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, റബ്ബർ. നിങ്ങൾ റബ്ബറിനെ ചൂടാക്കൂ, റബ്ബർ പെട്ടെന്ന് ഉരുകി ലിക്വിഡ് ആകുമോ? അതെ, അത് ചൂടാക്കുന്നതിനനുസരിച്ച് ഉരുകിക്കൊണ്ടിരിക്കുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. അപ്പോൾ നോട്ട് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് പറയാം? ഇറ്റ് മെൽറ്റ്സ് അറ്റ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മെൽറ്റ്സ് അറ്റ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചൂടാക്കുന്നതിനനുസരിച്ച് ഉരുകിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഉരുകത്തില്ല. അതെന്താ പെട്ടെന്ന് ഉരുകാത്തതിന് കാരണം? കൃത്യമായിട്ടുള്ള അടുക്കുകളില്ല, റാൻഡമായിട്ടാണ് അടുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചൂടാക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവോ? അപ്പോൾ കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ക്രിസ്റ്റലൈൻ, കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഇല്ലാത്തത് അമോർഫസ്. ഇനി നമുക്ക് ഇതിന്റെ 2-3 ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ബെറ്റർ ആവും. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഉദാഹരണം നമ്മൾ ഉപ്പ് കല്ല്, വീട്ടിൽ ഉപ്പ് കല്ലുണ്ടെങ്കിൽ ചൂടാക്കി നോക്കുക. ഉപ്പ് കല്ല് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഉദാഹരണം. അപ്പോൾ അതിന്റെ അർത്ഥം എന്ത്? ഉപ്പ് കല്ലിനകത്ത് Na+ അയോണും Cl- അയോണും ഉണ്ട്. ഈ അയോണുകളെ കൃത്യമായി അടുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചൂടാക്കുമ്പോൾ ഉപ്പ് കല്ല് പെട്ടെന്ന് വരും.
ഉരുകിക്കൊണ്ടേ ഇരിക്കത്തില്ല, പെട്ടെന്ന് ഉരുകും. ഒരു കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ കൊടുത്താൽ ഉപ്പ് കല്ലങ്ങ് ഉരുകി ലിക്വിഡാവും. അപ്പോൾ എന്താണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് NaCl ക്രിസ്റ്റലൈൻ്റെ ഉദാഹരണമാണ്. ക്വാർട്സ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ക്വാർട്സ് ഒരു ഉദാഹരണമാണ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് പറയാം. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഇതെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ എക്സാമ്പിൾസ് ആണ്. NaCl, ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഇതെല്ലാം ഡെഫിനറ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സോളിഡുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് പറയാൻ പറ്റുന്നത്? കൃത്യമായിട്ടുള്ള അടുക്കുകളുള്ളത് ക്രിസ്റ്റലൈൻ, ഒരുപാട് ദൂരം വരെ ഒരേ അടുക്ക് തുടരുന്നു, ദാറ്റ് ഈസ് ലോങ് റേഞ്ച് ഓർഡർ. കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതെല്ലാം ക്രിസ്റ്റലൈൻ എക്സാമ്പിളും പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2-3 എക്സാമ്പിൾ എഴുതണമല്ലോ. നമുക്ക് എഴുതാവുന്ന എക്സാമ്പിൾ നമ്മുടെ ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് കാണുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇത് ക്രിസ്റ്റൽ പോലെയല്ലേ ഇരിക്കുന്നത്. ക്രിസ്റ്റൽ അല്ലത്, അമോർഫസ് ആണ്. ഗ്ലാസ്, നമ്മുടെ ജനൽ പാളികളിലുള്ള ഗ്ലാസുകളെല്ലാം അമോർഫസ് ആണ്. റബ്ബർ അമോർഫസ് ആണ്. പ്ലാസ്റ്റിക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്ലാസ്റ്റിക് നിങ്ങൾ ചൂടാക്കുക, പെട്ടെന്ന് ഉരുകി ലിക്വിഡ് ആവുമോ, ഉരുകിക്കൊണ്ടിരിക്കുമോ? അത് ഉരുകിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഇല്ല പ്ലാസ്റ്റിക്കിനെ ചൂടാക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലാസ്റ്റിക് ഇങ്ങനെ ചൂടാക്കുന്നതിനനുസരിച്ച് ഉരുകിക്കൊണ്ടേയിരിക്കും. കൃത്യമായിട്ട് ഉരുകി പെട്ടെന്ന് ലിക്വിഡ് ആവത്തില്ല. സോ അതാണ് ക്രിസ്റ്റലൈൻ അമോർഫസ്. ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് എല്ലാം അമോർഫസിന്റെ ഉദാഹരണമാണ്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത പോയിന്റ്, ഇനി എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ക്രിസ്റ്റലൈൻ അമോർഫസിനെ കുറിച്ച് നമുക്ക് ഇനി പറയാം. അടുത്തൊരു പോയിന്റ്, ഇത് നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്. നമ്മൾ സാധാരണ സോളിഡ് എന്നൊക്കെ എപ്പോഴും പറയുന്നതാണ്, 2ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സോളിഡുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ അമോർഫസും ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡിനെ അറിയപ്പെടുന്നത് ട്രൂ സോളിഡ് എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളെയാണ്. അപ്പോഴോ ഇവനോ അമോർഫസിന് എന്തായിരിക്കും? ഇത് ട്രൂ ആണെങ്കിലോ തൊട്ടടുത്ത് എന്തായിരിക്കും? സ്യൂഡോ. വാട്ട് ഈസ് സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അപ്പോ ക്രിസ്റ്റലൈൻ സോളിഡുകൾ ട്രൂ സോളിഡുകളാണ്. അമോർഫസ് സോളിഡുകളെ നമ്മൾ പറയും സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് നമ്മൾ പറയും. ഇനി these are the points related to crystalline and amorphous, and the one more point is crystalline solids are anisotropic. എന്താണ് ഞാൻ പറയാം? anisotropic. Amorphous solids are isotropic and isotropic. Crystalline solids are anisotropic, amorphous solids are isotropic. What do you mean by anisotropic? Crystalline solid exhibit anisotropy, or crystalline solids are anisotropic in nature. What's the meaning of anisotropy? So listen, consider a solid. നിങ്ങൾക്കറിയാം solid it's a 3 dimension. It consists of 3 axes. Suppose x axis, y axis and z axis. Let it be x, y and z. So suppose you take NaCl crystal, ഉപ്പ് കല്ല് എടുക്കാം. ഉപ്പ് കല്ല് നമുക്കറിയാം 3 dimension ആണ്. ഉപ്പ് കല്ലിൻ്റെ അകത്ത് 3 ആക്സിസ് ഉണ്ട്, x axis, y axis, z axis. ഇനി ശ്രദ്ധിക്കുക, x ആക്സിസിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അടുക്കിയിരിക്കുന്നത് അതുപോലെ അല്ല y ആക്സിസിൽ അടുക്കിയിരിക്കുന്നത്. y ആക്സിസിൽ അടുക്കിയിരിക്കുന്നത് പോലെ അല്ല z ആക്സിസിൽ അടുക്കിയിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, x ആക്സിസിലുള്ള അടുക്ക് കൃത്യമാണ്. x ആക്സിസിലുള്ള അറേഞ്ച്മെന്റ് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. y ആക്സിസിലും കൃത്യമായിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ട്, z ആക്സിസിലും കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. പക്ഷേ ഈ 3 അറേഞ്ച്മെന്റും ഡിഫറെന്റ് ആണ്. Okay, so the physical properties in x-axis is not same as that of y and z-axis. And from x-axis-ലുള്ള physical സ്വഭാവം ആയിരിക്കില്ല y-axis-ലുള്ള physical character. y-axis-ലുള്ള physical character ആയിരിക്കില്ല z-axis-ലുള്ള physics. So the physical properties differ in each direction. That is what we called it as anisotropic.
and crystalline solid exhibit anisotropy. So what do you mean by anisotropy? ശ്രദ്ധിക്കുക, anisotropy എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് നിങ്ങൾ എടുത്താൽ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് 3 ആക്സിസുകളുണ്ട്. ഇതിൽ ഓരോ ആക്സിസിലുമുള്ള ഫിസിക്കൽ സ്വഭാവം വേറെ വേറെ ആയിരിക്കും. ഓരോ ആക്സിസിലുമുള്ള ഫിസിക്കൽ സ്വഭാവം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപ്പി. സോ വാട്ട് ഈസ് അനൈസോട്രോപ്പി? ഡിഫറെന്റ് physical properties in each direction. Anisotropy means different physical properties in each direction. That is what we call it as anisotropic. So what's the definition of anisotropy? We will write here anisotropic. Anisotropic means different physical properties in each direction. That is what we called it as anisotropic. This is the definition of anisotropy. So crystalline solid exhibit anisotropic. So what about amorphous solid? Amorphous solid, it's isotropic in nature. What do you mean by isotropic? What is isotropic? ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ആക്സിസിലുമുള്ള ഫിസിക്കൽ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. ഒരു അമോർഫസ് സോളിഡ് നിങ്ങൾ എടുത്താൽ അമോർഫസ് സോളിഡിനകത്ത് 3 ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസിലുമുള്ള ഫിസിക്കൽ സ്വഭാവം ഒരുപോലെയാണെങ്കിൽ അതിനെ ഐസോട്രോപിക്. അപ്പോൾ ഹൗ വിൽ യു റൈറ്റ് ദി ഡെഫിനിഷൻ? സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് in all direction. That is what we call it as an isotropic. Same physical properties in all direction. That is isotropic. These are all the difference between crystalline and amorphous. Appo solids mainly classified into 2 types, crystalline and amorphous. Regular arrangement, long range order, sharp melting point, example anisotropic, and are called as true solids. These are all related to crystalline solid. Crystalline solidകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ലെഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. Amorphous solids, the points related to amorphous solids are irregular arrangement of constituent particles, short range order, it melts at a range of temperature, glass, rubber and plastic, then isotropic and pseudo solid or super cooled liquid. These are all the main difference between crystalline and amorphous solid. Next point is question. So amorphous solids are said to be supercooled liquid. Why? So you write the question. Amorphous solids are said to be supercooled liquid. Why? അമോർഫസ് സോളിഡുകളെ എന്തുകൊണ്ടാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ എന്ന് വിളിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അമോർഫസ് സോളിഡിന്റെ പ്രത്യേകത എന്താണ്? കൃത്യമായിട്ടുള്ള അടുക്കുകളില്ല. ലൈക്ക് ദിസ്. ദിസ് അമോർഫസ് സോളിഡ് കൃത്യമായിട്ടുള്ള അടുക്കുകൾ ഇല്ലാത്തതാണ് അമോർഫസ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ അത്ര നല്ല അട്രാക്ഷൻ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ശ്രദ്ധിച്ചോ, അമോർഫസ് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അമോർഫസ് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് കൃത്യമായിട്ടുള്ള അടുക്കുകൾ ഇല്ലാത്തത് കാരണം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിവുള്ളത്. അപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ലിക്വിഡ്. അപ്പോൾ amorphous solids are said to be supercooled liquid. Why? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അമോർഫസ് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. They can flow very slowly. So how will you write the answer? Amorphous solids are said to be supercooled liquid. Why? Because how will you write the answer? Because the constituent particles present in എവിടെയാണ് present in the amorphous solid? Constituent particles present in the amorphous solid can move
very slowly. Very important. One more question. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതാണ് important. Move very slowly. The constituent particles present in the amorphous solid can move very slowly. വളരെ പതുക്കെ മൂവ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ലിക്വിഡ് മൂവ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് എന്തുകൊണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ലിക്വിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ്, അതുകൊണ്ട് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യും. അതുപോലെ സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഏത് സോളിഡാണ്? അമോർഫസ് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കാരണം ഇവരെ എന്തെന്നറിയപ്പെടുന്നു? സൂപ്പർ കൂൾഡ് ലിക്വിഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എഴുതിയെടുക്കുക. അമോർഫസ് സോളിഡ്സ് are said to be super cooled liquid. Why? Because its constituent particles present in the amorphous solids can move very slowly. Then another question, related question on the bottom part of old historical glass window panes are thicker. Why? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് വർഷം പഴക്കമുള്ള ജനൽപാളികളിലുള്ള ഗ്ലാസിന്റെ താഴ്ഭാഗം, ബോട്ടം പാർട്ട് കട്ടി കൂടുതലായിരിക്കും. ഒരുപാട് വർഷം, 100-150 വർഷം പഴക്കമുള്ള നമ്മുടെ ജനലിലൊക്കെ ഇടുന്ന ഗ്ലാസ്സില്ലേ, 100-150 വർഷം പഴക്കമുള്ള ജനലിലൊക്കെയുള്ള ഗ്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ ഗ്ലാസിന്റെ താഴ്ഭാഗം, ബോട്ടം പാർട്ട് കട്ടി കൂടുതലായിരിക്കും. മുകളിലത്തെ ഭാഗത്തെക്കാളും കട്ടി കൂടുതലായിരിക്കും താഴത്തെ ഭാഗം. ഗ്ലാസ്, നമ്മുടെ ജനലിലൊക്കെ ഇടുന്ന ഗ്ലാസിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദ ബോട്ടം പാർട്ട് ഓഫ്, question idana, you write the question, the bottom part of old historical എന്ന് പറയാൻ കാരണം നമ്മൾ പുതിയ ഗ്ലാസ് നോക്കിയാൽ അങ്ങനെ കാണാൻ കഴിയില്ല, ഒരുപാട് വർഷം പഴക്കമുള്ള ഗ്ലാസ് നോക്കിയാൽ അങ്ങനെ കാണാൻ കഴിയും. The bottom part of old historical glass window panes are thicker. Why? കട്ടി കൂടുതലായിരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാലോ, the bottom part of old historical glass window panes are thicker. Why? എന്തായിരിക്കും അതിന്റെ കാരണം? ഇത് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ആദ്യം എഴുതേണ്ട പോയിന്റ്, ആ പോയിന്റ് എഴുതിയാൽ 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ വീഴും. എന്താണ് 1 മാർക്ക് കിട്ടുന്ന വേർഡ്? ബിക്കോസ് ഗ്ലാസ് ഈസ് അമോർഫസ്. അപ്പോൾ ഒന്നാമത് എഴുതേണ്ടത്, അപ്പോൾ നമുക്കെല്ലാം അറിയാം ഗ്ലാസ് എന്താണ്, അതാണ് ആദ്യം എഴുതേണ്ട ഉത്തരം. അതിന്റെ കാരണം, റീസൺ ആണ് ഞാൻ എഴുതുന്നത്. ഒന്നാമത്തെ റീസൺ എന്താ? ബിക്കോസ് ഗ്ലാസ് എല്ലാം അമോർഫസ് ആണ്. ഗ്ലാസ് അമോർഫസ് ആയതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഗ്ലാസുകളെല്ലാം അമോർഫസ് ആയതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഗ്ലാസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് can move very slowly. അപ്പോൾ നോക്ക്, ഗ്ലാസ് അമോർഫസ് ആണ്. അപ്പോൾ ഒരു ഗ്ലാസ് പെയിൻ എടുത്താൽ, സപ്പോസ് ഒരു ഗ്ലാസ് പെയിൻ, ഇതാണ് ഒരു ഗ്ലാസ് ജനൽപാളിയുടെ ഗ്ലാസ് വിൻഡോ പെയിൻ ആണെന്നിരിക്കട്ടെ, ഇതിൻ്റെ അകത്ത് കുറെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ, അറിയാലോ. ഗ്ലാസിനകത്ത് കുറെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. വർഷങ്ങളോളം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ മേൽഭാഗത്തിരിക്കുന്ന, ടോപ്പിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് വളരെ പതുക്കെ മൂവ് ചെയ്ത് താഴോട്ട് വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്നൊന്നും ഇത് മൂവ് ചെയ്യില്ല, വർഷങ്ങൾ എടുത്താണ് ഈ മൂവ്മെന്റ്. അപ്പൊ ഈ ടോപ്പ് പാർട്ടിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് വളരെ പതുക്കെ മൂവ് ചെയ്ത് ബോട്ടം പാർട്ടിലോട്ട് വരും. അപ്പൊ ബോട്ടം പാർട്ടിന്റെ കട്ടി കൂടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ട ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലാസ് അമോർഫസ് ആണ്. അതാണ് ഏറ്റവും പ്രധാനം. ഗ്ലാസ് അമോർഫസ് ആയതുകൊണ്ട് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ബോട്ടം പാർട്ട് കട്ടി കൂടുതലായിരിക്കും. സോ യു ടേക്ക് ദി 2 പോയിന്റ്സ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദ ബോട്ടം പാർട്ട് ഓഫ് ഓൾഡ് historical glass window panes are thicker. Why? Because glass is amorphous and its constituent particles can move very slowly. So the next question ആണ്, ഇത് പഠിച്ചിരിക്കുക. Then next അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ക്രിസ്റ്റലൈൻ അമോർഫസ് ആണ്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ നേരത്തെ പഠിപ്പിച്ചു, ഹൗ വിൽ യു കൺവേർട്ട്
ക്വാർട്സ്, ഞാൻ നേരത്തെ ഒരു പോയിന്റ് എഴുതി. ക്വാർട്സിനെ കുറിച്ച് ഞാനിപ്പം അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വാർട്സ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ക്വാർട്സ് എന്തിന്റെ ഉദാഹരണമാണ്? ക്രിസ്റ്റലൈൻ. ഹൗ വിൽ യു കൺവേർട്ട് ക്വാർട്സ്? ക്വാർട്സ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ക്രിസ്റ്റലൈൻ ടു ക്വാർട്സ് ഗ്ലാസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വാർട്സ് ഗ്ലാസ്. വാട്ട് ഈസ് ക്വാർട്സ് ഗ്ലാസ്? ശ്രദ്ധിക്കുക. ക്വാർട്സ് ഇറ്റ് ഈസ് ക്രിസ്റ്റലൈൻ, ക്വാർട്സ് ഗ്ലാസ് ഇറ്റ് ഈസ് അമോർഫസ്. These are two substances. അപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചോദ്യം വരാം. എങ്ങനെയാണ് ക്രിസ്റ്റലൈനുകളെ അമോർഫസ് ആക്കി മാറ്റുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡുകളെ അമോർഫസ് സോളിഡുകളാക്കി മാറ്റുന്നത് എങ്ങനെ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ക്വാർട്സിനെ ക്വാർട്സ് ഗ്ലാസ് ആക്കി മാറ്റുന്നത് എങ്ങനെ? ക്വാർട്സ് ടു ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ക്വാർട്സ് ക്രിസ്റ്റലൈൻ ആണ്, ക്വാർട്സ് ഗ്ലാസ് അമോർഫസ് ആണ്. നമുക്ക് നോക്കാം ക്വാർട്സിനെ ക്വാർട്സ് ഗ്ലാസ് ആക്കുന്നത് എങ്ങനെ. ഒരു വേർഡാണ്, ഒറ്റ വേർഡാണ് ആൻസർ. റാപ്പിഡ്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. റാപ്പിഡ് കൂളിംഗ്, പെട്ടെന്ന് തണുപ്പിക്കുക. പെട്ടെന്ന് തണുപ്പിക്കുക. ആരെയാണ്? റാപ്പിഡ് കൂളിംഗ് ഓഫ് ദി മോൾട്ടൺ crystalline form. ഇത്രയാണ് ആൻസർ. എന്താണ് അതിന്റെ അർത്ഥം? ഉരുകിയ അവസ്ഥയിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡിനെ. അപ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്റ്റലൈൻ സോളിഡുകളെ ഉരുക്കുക, ചൂടാക്കി ഉരുക്കുക. ഉരുക്കി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? റാപ്പിഡ്, പെട്ടെന്ന് തണുപ്പിക്കുക. അപ്പോൾ റാപ്പിഡ് കൂളിംഗ്, പെട്ടെന്ന് തണുപ്പിക്കുക. ആരെയാണ് കൂൾ ചെയ്യേണ്ടത്? മോൾട്ടൺ ക്രിസ്റ്റലൈൻ സോളിഡ്. റാപ്പിഡ് കൂളിംഗ് ഓഫ് ദി മോൾട്ടൺ ക്രിസ്റ്റലൈൻ സോളിഡ്. മോൾട്ടൺ ക്രിസ്റ്റലൈൻ സോളിഡുകളെ പെട്ടെന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്ത് സോളിഡായി മാറും? അമോർഫസ് സോളിഡ്. സോ വി ക്യാൻ കൺവേർട്ട് crystalline solid to amorphous solid by first of all melt that crystalline solid, and after that you must have to cool it rapidly, very fastly. Okay, that's the answer. So how will you convert quartz to quartz glass? Rapid cooling of the molten. Which one is a crystalline solid? Quartz. ക്വാർട്സിനെ പെട്ടെന്ന് ഉരുക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുക. So thus we can convert quartz to quartz. This is one question, one mark question. Rapid cooling of the molten crystalline solid. Okay, then the next one, next question. The next one. So അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ how will you convert then reverse to the first question. How will you convert amorphous to crystalline? How will you convert amorphous to crystalline? How will you convert amorphous solid to crystalline solid? How will you convert amorphous to crystalline? That's all. So by a process called annealing. The answer is annealing. Annealing means heating and cooling. First of all you heat that particular solid. ആദ്യം നിങ്ങൾ ആ സോളിഡിനെ ചൂടാക്കുക, പതുക്കെ ചൂടാക്കിയിട്ട് പതുക്കെ തണുപ്പിക്കുക. അപ്പോൾ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുത്ത് സോളിഡിനെ ചൂടാക്കിയിട്ട് വളരെ പതുക്കെ തണുപ്പിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സിങ്ങിനെ തുടരും. അപ്പോൾ ഞാനിവിടെ എഴുതാം, വാട്ട് ഈസ് annealing? Continuous heating and cooling. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ് ജനൽ പാളികളിലുള്ള ഗ്ലാസ് വെള്ള കളറായി മാറും. അപ്പോൾ the old historical glass window panes appear milky. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഗ്ലാസുകളെല്ലാം നല്ല വെള്ള കളറായി മാറും. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഗ്ലാസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നിറം വൈറ്റായി മാറുന്നതായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം ആ വൈറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്ലാസ് അമോർഫസ് ആണ്, പക്ഷെ അതിപ്പോൾ ക്രിസ്റ്റലൈൻ ആയി എന്നാണ് അർത്ഥം. സോ അമോർഫസ് ടു ക്രിസ്റ്റലൈൻ. സോ പ്രോസസ് കോൾഡ് annealing. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം പഴക്കമുള്ള ഗ്ലാസ് വെള്ള കളറാവുന്നത്? അതിൻ്റെ കാരണം ഈ വേർഡാണ്. എന്താണ് വേർഡ്? annealing. വാട്ട് ഈസ് annealing? നോക്ക്, പകൽ സമയത്ത് സൂര്യപ്രകാശം ഏറ്റ് ചൂടാകും നമ്മുടെ ഗ്ലാസ്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ ഗ്ലാസ് ചൂടാകും. പിന്നീട് എന്ത് സംഭവിക്കും? രാത്രിയാകുമ്പോൾ അത് പതുക്കെ തണുക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും അത് ചൂടാവും.
അപ്പോൾ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശമേറ്റ് ഗ്ലാസ് ചൂടാകുകയും രാത്രി സമയങ്ങളിൽ അത് പതുക്കെ പതുക്കെ തണുക്കുകയും ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അനിലിംഗ്. ഈ അനിലിംഗ് വർഷങ്ങളോളം തുടരുമ്പോൾ അതിൻ്റെ നിറം വെള്ള നിറമായി മാറും. സോ വൈ ഗ്ലാസ് അപ്പിയേഴ്സ് മിൽക്കി? Old historical glass window panes appears milky. Why? Because due to the process called annealing. During the daytime, it gets heated up, and during the night time, it gets slowly cooled. That is what we called it as annealing. Okay, നമുക്ക് 3 മനസ്സിലായല്ലോ. Okay, students. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് പഠിച്ചത്? ഈ സെക്ഷനിൽ നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഞാൻ ഒന്നും കൂടി നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ മറന്നു പോകരുത്, കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റഫായിട്ടൊന്ന് ഓടിച്ചു പറയുകയാണ്. എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തു എടുത്താലും ആ വസ്തുവിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. അത് ആറ്റങ്ങളാകാം, അയോണുകളാകാം, മോളിക്യൂളാകാം, അല്ലേ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കൃത്യമായി അടുക്കുകയാണെങ്കിൽ അത് സോളിഡ്, അതായത് സ്ട്രോങ് അട്രാക്ഷൻ ആണെങ്കിൽ സോളിഡ്, അട്രാക്ഷൻ കുറവാണെങ്കിൽ ലിക്വിഡ്, അട്രാക്ഷൻ വളരെ വളരെ കുറവാണെങ്കിൽ ഗ്യാസ് എന്ന് പറഞ്ഞു. ഇനി സോളിഡുകളെ പ്രധാനമായി രണ്ടായി തരത്തിൽ. സോളിഡുകൾ റിജിഡ് ആണ്, സോളിഡിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തെന്താ പറഞ്ഞത്? സോളിഡ് രണ്ടായി തരംതിരിക്കാം, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. കൃത്യമായിട്ടുള്ള അടുക്കുകളുള്ളത് ക്രിസ്റ്റലൈൻ, കൃത്യമായിട്ടുള്ള അടുക്കുകളില്ലാത്തത് അമോർഫസ്. ഒരുപാട് ദൂരം വരെ ഒരേ അടുക്ക് തുടരുകയാണെങ്കിൽ ലോങ് റേഞ്ച്, കുറച്ച് ദൂരം വരെ ഒരേ അടുക്ക് തുടരുകയാണെങ്കിൽ ഷോർട്ട് റേഞ്ച്. കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ക്രിസ്റ്റലൈൻ, കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഇല്ലാത്തത് അമോർഫസ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഐസോട്രോപ്പി അനൈസോട്രോപ്പി എക്സിബിറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ, ഐസോട്രോപ്പി എക്സിബിറ്റ് ചെയ്യുന്നത് അമോർഫസ്. ട്രൂ സോളിഡ് എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റലൈൻ, സ്യൂഡോ സോൾട്ട് എന്നറിയപ്പെടുന്നത് അമോർഫസ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ അറിയപ്പെടും. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഉപ്പ് കല്ല് എന്നതിന്റെ ഉദാഹരണം, ഉപ്പ് കല്ല് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ്റെയും, റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് എല്ലാം അമോർഫസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഹൗ വിൽ യു കൺവേർട്ട്? അതിനു മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ള ഗ്ലാസിന്റെ ബോട്ടം പാർട്ട് കട്ടി കൂടുതലായിരിക്കും. എന്താണ് കാരണം? ബിക്കോസ് ഗ്ലാസ് അമോർഫസ് ആണ്, അതിന്റെ പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാൻ കഴിവുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, അമോർഫസ് സോളിഡിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കാൻ കാരണമെന്ത്? അതിനും കാരണം എന്ത് തന്നെ? അമോർഫസ് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് വളരെ പതുക്കെ മൂവ് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ് അതിന്റെയും ഉത്തരം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ക്വാർട്സ് ഗ്ലാസ് ആക്കുന്നത് എങ്ങനെ? അത് നമ്മൾ പറഞ്ഞു. റാപ്പിഡ് കൂളിംഗ് ഓഫ് ദി മോൾട്ടൺ ക്രിസ്റ്റലൈൻ, അതായത് ഉരുകിയ അവസ്ഥയിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡിനെ പെട്ടെന്ന് തണുപ്പിക്കുക. മലയാള അർത്ഥം അത്രേ ഉള്ളൂ. ഉരുകിയ അവസ്ഥയിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡിനെ പെട്ടെന്ന് തണുപ്പിച്ചാൽ അതെന്തായി മാറും? അമോർഫസ് ആയി മാറും. അടുത്ത നമുക്ക് അമോർഫസിനെ ക്രിസ്റ്റലൈൻ ആക്കുന്നത് എങ്ങനെയാണ്? അനിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ ചോദിക്കാം, ഗ്ലാസ് ഒരുപാട് വർഷം പഴക്കമുള്ള ഗ്ലാസ് വെള്ള കളറായി മാറുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അനിലിംഗ് എന്ന് പറയുക. എന്താണ് അനിലിംഗ്? നിങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശമേറ്റ് ചൂടാവുകയും രാത്രി സമയങ്ങളിൽ അത് തണുക്കുകയും ചെയ്യും. ഈ പ്രോസസ്സ് വർഷങ്ങളോളം തുടരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഗ്ലാസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് കൃത്യമായി മാറും. ഗ്ലാസ് അമോർഫസ് ആണ്, അത് മിൽക്കി ആകുന്നു എന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റലൈൻ ആകുന്നു എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ സെക്ഷനിൽ പറഞ്ഞത്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ.